ഒരു വചനമായിരിക്കും മനുഷ്യനെ വചനത്തെ സൗഖ്യപ്പെടുത്തി എന്ന് പറയുമ്പോൾ എഴുതപ്പെട്ട വചനം മാത്രമല്ല, കൽപ്പിക്കപ്പെടുന്ന വചനമാണ്. പരിശുദ്ധാത്മാവ് പ്രത്യേകം പ്രേരണ നൽകിയിട്ട് ചില വ്യക്തികളെ കൊണ്ട് അവർ പോലും അറിയാതെ പറയിപ്പിക്കുന്ന ചില വചനങ്ങൾ. ഇതങ്ങനെ കൊടുത്തൊരു വചനമായിരുന്നു. അത് അയാൾക്കുള്ള ഔഷധമായിരുന്നു. അയാൾ ചിന്തിച്ചു, എൻ്റെ ഒരു മകൻ കാർ ആക്സിഡന്റിൽപ്പെട്ട് മരിച്ചപ്പോൾ ഞാൻ ഇത്രമാത്രം ഭാരപ്പെടുന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം തന്റെ ഏകപുത്രൻ ഇത്രമാത്രം പീഡിതനായി ലജ്ജിതനായി മരിച്ചപ്പോൾ എന്തുകൊണ്ട് ദൈവം സഹായത്തിന് വന്നില്ല? ചോദ്യങ്ങൾക്ക് പഞ്ഞമില്ല, ഉത്തരവാടില്ലാത്തത്. അങ്ങനെ ആ രാത്രി ഉറങ്ങിയില്ല. പിറ്റേ ദിവസം കാലത്ത് ആ മനുഷ്യൻ ധ്യാനത്തിന് വന്നു. ആ ധ്യാനത്തിൽ നിന്ന് വചനം കേട്ടു. 2-3 ദിവസത്തെ ക്ലാസ്സിന് ശേഷം ദൈവകരങ്ങളിൽ നിന്ന് ആ മകനെ സ്വീകരിച്ച പിതാവ് ആ മകന്റെ വേർപാടും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് തയ്യാറായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകൻ 11 നമ്മൾ മനസ്സിലാക്കുക. പാപം നിമിത്തം മനുഷ്യനെ അവിടെ ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയപ്പെട്ടതിന്, എനിക്ക് പ്രിയപ്പെട്ട എന്റെ ദൈവമാണെങ്കിൽ പിന്നെ ആ ശിക്ഷയിലൊക്കെ വരുന്നില്ല. ദൈവം അല്ലാത്ത പലതിനെയും ഞാൻ പ്രിയപ്പെട്ടതായിട്ട് എടുത്തു വയ്ക്കുമ്പോഴാണ് എന്നെ ദൈവം സ്നേഹിക്കുന്നതുകൊണ്ട് എന്റെ നിത്യജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ഇതാണ് എന്റെ നിത്യജീവൻ അകറ്റുന്നതെങ്കിൽ അതിന്റെ മുകളിൽ കൈവയ്ക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. അതേസമയത്ത് പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലോ അവർക്കിതൊരു നഷ്ടമായിട്ട് തോന്നുന്നു. ഉദാഹരണത്തിന് അബ്രഹാം, ഉൽപ്പത്തി പുസ്തകം 22, 100-ാമത്തെ വയസ്സിലാണ് ഒരു പിതാവ് അപ്പനാകാൻ ഭാഗ്യം കിട്ടിയത്. ആ കുട്ടി വളർന്നു വരികയാണ്, യുവകോമളനായിട്ട്. ആ ഭവനത്തിന്റെ എല്ലാ പ്രതീക്ഷയും പ്രത്യാശയൊക്കെയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം വിളിക്കുകയാണ് അബ്രഹാം. അദ്ദേഹം വിളി കേട്ടു, നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോകും. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലയുടെ മുകളിൽ ഒരു ബലിപീഠം പണിത് നിന്റെ മകനെ എനിക്ക് ബലിയായിട്ട് സമർപ്പിക്കും. ബൈബിൾ പറയുകയാണ് അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ രാത്രിയായിരിക്കാം സംസാരിച്ചത്. ആ രാത്രി ഉറങ്ങി കാണാൻ സാധ്യതയില്ല. നേരം വെളുക്കാൻ കാത്തിരിക്കും. വെളുത്ത ഉടനെ തന്നെ മകനെ വിളിച്ചുണർത്തി, വേലക്കാരെയും വിളിച്ചുണർത്തി, കഴുതയും കൂട്ടി വിറകും തീയൊക്കെ എടുത്ത് പുറപ്പെടുക. അവിടെ നമ്മൾ ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ ഒരു വചനം, തീയും കത്തിയും അബ്രഹാം എടുത്തു, വിറകും മകൻ ഇസ്ഹാക്കിന്റെ തലയിൽ പിടിച്ചു കൊടുക്കുന്ന പറയുന്നത്, കുട്ടിയുടെ തലയിൽ പിടിച്ചു കൊടുത്തു. അവിടെ പറയുന്നുണ്ട് കഴുതയുണ്ട്, വേലക്കാരുണ്ടെന്ന് പറയുന്നുണ്ട്. കഴുതയുടെ പുറത്ത് വിറക് വെച്ചാൽ ഓടിയത്, വേലക്കാരുടെ തലയിൽ പിടിച്ചു കൊടുക്കുക. ഈ മകനെ ചുടാനുള്ള വിറക് ഈ മകനെ കൊണ്ട് തന്നെ ചുമപ്പിക്കണമായിരുന്നു. പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിന്റെ നിഴലുകളാണ് പഴയ നിയമത്തിൽ കാണുന്നത്. മാനവകുലത്തിന്റെ പാപമോചനത്തിന് വേണ്ടി പിതാവായ ദൈവം സ്വപുത്രന്റെ കാൽവരിയിൽ ബലിയാക്കാനിരിക്കുന്നു. തന്നെ തറയ്ക്കേണ്ട മരക്കുരിശ് പുത്രന് വഹിച്ചുകൊണ്ട് കാൽവരി കയറാനായിരുന്നു. ആ മരക്കുരിശിന്റെ പ്രതീകമാണ് ഇസ്ഹാക്ക് ചുമന്ന വിറക്. ആ കാൽവരിയുടെ പ്രതീകമാണ് മോറിയ ദേശത്ത് ഈ കാണിച്ചിരുന്ന മല. കുറെ ദൂരം എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കി, ഞാനും മകനും പോയി ബലിയാക്കി തിരിച്ചു വരാം. ഇപ്പോഴീ അപ്പനും മോനും മാത്രമായിട്ട് ഈ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ കുട്ടിയായിട്ടുള്ള സംശയം. ആ കുട്ടി വിളിച്ചു, പിതാവേ എന്താ പറഞ്ഞത്? ഈ മലയിൽ നമ്മൾ ഇതിന് മുൻപും ബലി അർപ്പിക്കാൻ വരുന്നു. അന്നൊക്കെ വിറകും കത്തിയും തീയും കൂടാതെ നമ്മൾ ബലിമൃഗത്തെ കൂടി കൊണ്ടുവരുമായിരുന്നു. ഇന്ന് എന്തുകൊണ്ട് നമ്മൾ ബലിമൃഗത്തെ കൂടാതെ ബലി അർപ്പിക്കാൻ വന്നു? 1000 അസ്ത്രങ്ങളായിരിക്കും ഒരുമിച്ച് അപ്പന്റെ ചാനലിൽ തറയ്ക്കുന്നത്. ആ പിതാവ് പറഞ്ഞ ദൈവം തരുമാണ്, തരുവായിരിക്കും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. പറഞ്ഞ സ്ഥാനത്ത് ചെന്ന് ഉത്സാഹപൂർവ്വം രണ്ടുപേരും കൂടി വിറകൊക്കെ അടുക്കി ബലിപീഠം തയ്യാറായി. പെട്ടെന്ന് അപ്പന്റെ പാവം മാറി. ഈ മകന്റെ നേരം തിരികെ കരുതിയിരുന്ന കയറുകൊണ്ട് ബലം പ്രയോഗിച്ച് ഈ മകനെ ബന്ധിക്കുമ്പോഴും ഈ കുട്ടിക്ക് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ എന്താ നടക്കാൻ പോകുമ്പോൾ മനസ്സിലാക്കാനും പറ്റുന്നില്ല. ബലിപീഠത്തിലെടുത്ത് ആ കത്തി മുകളിലേക്ക് ഓങ്ങിയപ്പോൾ കുട്ടിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ദൈവം ഇന്ന് എന്റെ പിതാവ് ഇന്ന് ബലിമൃഗത്തെ കൂടാതെ വന്നത്. ഇനി കുട്ടി വേദനിച്ചാൽ എത്ര നേരം വേദനിക്കണം? ഈ അപ്പന്റെ ഉയർത്തിയ കൈയൊന്ന് താഴ്ത്തുന്നതാണ്. അപ്പന്റെ വേദന ഇപ്പൊ തുടങ്ങിയതാണ്. 3 ദിവസം മുൻപ് ദൈവം സംസാരിച്ച നിമിഷം മുതൽ അദ്ദേഹം വേദനിക്കുന്നത്. ഈ മകന്റെ കഴുത്ത് അറുത്തതിന് ശേഷം ആ മല ഇറങ്ങുമ്പോൾ ഈ മകന്റെ കാൽപാദങ്ങൾ ആ പൊടിമണ്ണിൽ പതിഞ്ഞത് കാണും. ഒരു പിതാവിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് അതുപോലുള്ള മാർഗത്തിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ കുറെ ഊഹിക്കാൻ പറ്റും. ഇതിന്റെ ഏകദേശ രൂപം എനിക്ക് കിട്ടിയത് ന്യൂയോർക്കിൽ ധ്യാനം നടന്ന സമയത്ത് ഒരു ഡോക്ടറാണ്. അദ്ദേഹത്തിന് 2 കുട്ടികളാണ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. പെൺകുട്ടിയുടെ 16ാമത്തെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. അന്ന് സമപ്രായക്കാരായ കുട്ടികളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. വൈകുന്നേരമാണ് ആഘോഷം നടക്കാൻ പോകുന്നത്. ഇവർ 4 കുട്ടികൾ കാറെടുത്ത് വെളിയിൽ പോയത്. 5 മിനിറ്റിന് ശേഷം വീട്ടിൽ ഫോൺ കിട്ടുകയാണ്, ഈ 4 കുട്ടികളും സംഭവ സ്ഥലത്ത് മരിക്കുക, ആക്സിഡന്റ്. ആ കുട്ടിയുടെ പിറന്നാൾ 16ാമത്തെ പിറന്നാൾ ആഘോഷിക്കാനായിട്ടിരിക്കുക. എന്നിട്ട് അദ്ദേഹം
ആ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് മുകളിലത്തെ നിലയിൽ ആ കുട്ടി ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങൾ, ഡ്രസ്സുകൾ, ആ ബെഡെല്ലാം അതേപോലെ ക്രമീകരിച്ചിരിക്കും. ഞാൻ ആ കുട്ടി ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. പക്ഷെ ആ മുറിയിൽ നിന്നിട്ട് കണ്ണ് നിറയാതെ അവിടുന്ന് പോരാൻ പറ്റിയില്ല. അപ്പൊ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത എന്റെ മനസ്സിന്റെ അവസ്ഥ ഇതാണെങ്കിൽ 16 വർഷം ആ കുഞ്ഞിനെ താലോലിച്ച മാതാപിതാക്കന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പൊ ഇതിങ്ങനെ ഈ അപരാധത്തിന്റെ ബലി ഇങ്ങനെ വായിച്ചു പോയിട്ടുണ്ടെങ്കിലും അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ ആ മുറിയിൽ നിന്നപ്പോഴാണ് അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത്. പറയുമ്പോൾ എളുപ്പമാണ്. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു വസ്തുവില്ല, എല്ലാം ഇതിന്റെ താഴെ വിട്ടു. അപ്പൊ അതുകൊണ്ടാണ് ജോബ് പറഞ്ഞതെല്ലാം നഷ്ടപ്പെട്ടു, വസ്തു നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് പൂർണ്ണതയോട് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിന്റെ ചിത്രമാണ്. അതിലേക്ക് നമ്മൾ ഉയരാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അല്ലാണ്ട് എന്തോ കുറെ കൽപ്പനകളൊക്കെ കാട്ടിക്കൂട്ടി ജീവിക്കുന്ന ഒന്നല്ല. ദൈവഹിതത്തിന് ആമേൻ പറയുന്നത് ചോദ്യം ചെയ്യാത്തൊരവസ്ഥ. എന്റെ പിതാവ് എനിക്ക് ദോഷമായിട്ടൊന്നും ചെയ്യില്ല, അതുകൊണ്ട് ആ പിതാവ് ഏത് തകർച്ചയിലും ദൈവഹിതം കാണുന്ന ഒരു വളർച്ചയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് നമ്മള് ലോങ് ജമ്പ് ചെയ്യുന്ന ഒരു വ്യക്തി, അവന് 10 അടിയാണ് ചാടേണ്ടതെങ്കിൽ അവൻ 10 അടി ലക്ഷ്യം വെച്ചല്ല ചാടുന്നത്. അവനൊരു തോട് നമുക്കൊന്ന് ചാടി കിടക്കണം, 8 അടി വീതിയുള്ള തോട്. അപ്പൊ കൃത്യം 8 അടി ലക്ഷ്യം വെച്ചാണ് നമ്മൾ ചാടുന്ന തോടിനകത്ത്. അവൻ ആ തോട് ചാടണമെന്നുണ്ടെങ്കിൽ ഒരു 12 അടി ലക്ഷ്യം വെച്ചെങ്കിലും ആയിരിക്കും അവൻ ചാടുന്നത്. ഇതുപോലെ നമ്മൾ ഉയർന്ന ലക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് ആ ദൈവവുമായിട്ടുള്ള സ്നേഹം നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അപ്പൊ ഞാനൊരു കൺവെൻഷനിൽ സംസാരിച്ചു. ഇത് സംസാരിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 10-15 വയസ്സിന് മേൽ പ്രായമുള്ളൊരു അപ്പച്ചൻ, ഈ അപ്പച്ചന്മാര് ചിലപ്പോൾ കൊടുക്കുന്ന ചോദ്യം ചോദിച്ചു. ഈ അപ്പച്ചൻ പതുക്കെ ഒരു ചിരി, എനിക്ക് സന്തോഷം അതുപോലത്തെ ഒരു അപ്പച്ചൻ കൂടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് ഇവിടെ നിൽക്കി. കൺവെൻഷന് പോയി കഴിഞ്ഞാൽ ഈ അപ്പച്ചന്മാര് അമ്മച്ചിമാരാണെങ്കിലും അതെ അവരുടെ കയ്യില ഈ കൊടുക്കുന്ന ചോദ്യം മുഴുവൻ. ഇദ്ദേഹം പതുക്കെ ഒരു ചിരിയൊക്കെ ചിരിച്ചു വന്ന് ചോദിച്ചു, അല്ല മോനെ ഇന്നത്തെ പ്രസംഗം കേട്ടപ്പോൾ ഒരു സംശയം. ഞാൻ ചോദിച്ചു, എന്താ സംശയം? നമ്മുടെ ദൈവം സർവജ്ഞാനിയല്ല, എന്നുവെച്ചാൽ ഇന്നലകളെ ഇന്ന് നാളുകൾ അറിയുന്നവനല്ലേ ദൈവം? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. അങ്ങനെയാണ് എനിക്ക് വേറൊരു സംശയം. ഈ അബ്രാഹത്തോട് ഇസ്ഹാക്കിനെ ബലി ചോദിച്ചാൽ അബ്രാഹം ഇസ്ഹാക്കിനെ ബലി കൊടുക്കുമെന്ന് ഈ ഉടയതമ്പുരാൻ കർത്താവിന് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ച കർത്താവ് ഇത് അദ്ദേഹത്തിന് സ്വർഗത്തിൽ പോകാനോ അല്ല എന്നെ കൊണ്ടുപോകാനോ അല്ല ഒരുപാടൊക്കെ ചോദ്യമില്ല. എനിക്ക് പറയാൻ പറ്റില്ല, ദൈവത്തിന് അറിയില്ലെന്ന് പറയാൻ പറ്റില്ല. അറിയുമെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം എന്താണെന്നുള്ള ഊഹിക്കാറുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ സർവജ്ഞാനിയെ ദൈവമായതുകൊണ്ട് തീർച്ചയായിട്ടും അറിയുമായിരുന്നു. അബ്രാഹത്തോട് ചോദിച്ചാൽ ഇസ്ഹാക്കിന് ബലി കൊടുക്കുമെന്ന് അറിയുമായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അടുത്ത ചോദ്യം, പിന്നെ ഈ നാടകത്തിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? എവിടെയോ കിടന്ന അപ്പനെയും മോനെയും വിളിച്ചുണർത്തി 3 ദിവസത്തെ വഴിയിൽ നടത്തി കഷ്ടപ്പെട്ട് ബലിപീഠം തയ്യാറാക്കി കൈയും കാലും കുഴിച്ച് കെട്ടി എടുത്തു വെച്ച് കത്തി ഓങ്ങുന്നവരെ മുകളിൽ നോക്കിക്കൊണ്ടിരുന്നു. കത്തി ഓങ്ങിയപ്പോ പറഞ്ഞു, താത്തല്ലേ എനിക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടു നീ ദൈവത്തെ ഭയപ്പെടുന്നു, ഇപ്പോഴേ ബോധ്യപ്പെട്ടുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ചിരിയും കൂടെ ചിരിച്ചു പോകും. അപ്പൊ ഞാൻ ചോദിച്ചു, ഉത്തരം വേണ്ട, ചോദ്യം മാത്രം മതിയോ? ആ പറയാതെ പറഞ്ഞിരുന്നു. ഈ ചേട്ടന്റെ വായിൽ ശരിക്ക് പച്ചച്ചാരായത്തിന്റെ ഗന്ധം വരുന്നു. ഞാൻ ചോദിച്ചു, ചേട്ടൻ ദൈവത്തെ സ്നേഹിക്കുന്ന ആളാണോ? അതുകൊണ്ടല്ലേ ഞാനിവിടെ വന്നിരിക്കുന്നു. ചേട്ടൻ മദ്യപിക്കും. ആ മദ്യപിക്കും. എത്ര വർഷമായിട്ടുണ്ട്? ഇതൊരു 25 വർഷമായിട്ടുണ്ട്. ചേട്ടൻ ഇപ്പൊ ചേട്ടനും ഞാൻ നിൽക്കുന്നത് മോറിയ ദേശത്തെ ബലിപീഠത്തിന്റെ മുമ്പിൽ. ചേട്ടൻ ദൈവത്തെ സ്നേഹിക്കുന്നു, അതിലുപരി ദൈവം ചേട്ടനെ സ്നേഹിക്കുന്നു. ചേട്ടൻ ഒറ്റ മകനേ ഉള്ളൂ. 25 വയസ്സ് പ്രായമുള്ള പച്ചച്ചാരായം വിളിക്കുന്ന ഒറ്റ മോനെ ചേട്ടനുള്ളൂ. ഇന്ന് ദൈവം പറയാണ്, മോനെ നിനക്ക് ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടല്ല, കുടിക്കാൻ കാശില്ലാത്തതുകൊണ്ടല്ല, മറ്റാരെയും ഭയന്നത് വരാം. എന്നോടുള്ള സ്നേഹത്തിന്റെ ഒരു അടയാളമായിട്ട് നീ 25 വർഷമായിട്ട് പൂവിട്ട് പൂജിക്കുന്ന നിന്റെ ആ ഏകമകൻ ഇസ്ഹാക്കിനെ ഈ ബലിപീഠത്തിന് ബലിയായിട്ട് തരാമോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ചേട്ടന്റെ മറുപടി? ആ പഴയ ചിരി വയ്ക്കുന്നു. എന്നിട്ട് എന്റെ കണ്ണിലേക്ക് മിഴിച്ച് നോക്കിയിട്ട് പറഞ്ഞു, നീ എന്നെ ഇരുത്തിക്കളഞ്ഞോടാ കൊച്ചനെ. എന്നിട്ട് ചേട്ടൻ തന്ന മറുപടി ഇതാണ്. ഞാൻ ഒത്തിരി കൺവെൻഷനുകളും ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ പ്രഗത്ഭരായ ധ്യാനഗുരുക്കന്മാരും മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് അവർ എത്ര ആവേശത്തോടെ പ്രസംഗിക്കും, അത്ര എനിക്ക് അവരുടെ വെറുപ്പാ തോന്നുന്നു. ആ വെറുപ്പിന് ഞാൻ പ്രതികാരം ചെയ്ത് വീട്ടിൽ വന്ന് കൂടുതൽ കുടിച്ചിട്ടാണ് ഞാൻ പ്രതികാരം ചെയ്യാറുള്ളത്. എന്നിട്ട് പറഞ്ഞു, ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം തരുന്നു. എന്റെ ഇസ്ഹാക്കിനെ ഇന്ന് ഞാൻ ഈ യാഗപീഠത്തിന് മുകളിൽ ഒരു ബലിയായിട്ട് അർപ്പിക്കുന്നു. ഹല്ലേലൂയ.